Hi friends, welcome back again. നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷനെ കുറിച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തിയറി കൺസെപ്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ രൂപത്തിൽ ഡാറ്റ വരാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ടേബിൾ ഫോർമാറ്റ്, പൈ ചാർട്ട്, ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, അതുപോലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അനാലിസിസുമായി ബന്ധപ്പെട്ട ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആവറേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പേഴ്സൻറ്റേജിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. റേഷ്യോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ഫോളോ ചെയ്തൊരു അപ്രോച്ച് ഉണ്ട്. ആദ്യം തിയറി വിശദീകരിക്കും, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിയൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് സോൾവ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ തുടർന്ന് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള, കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് വർഷങ്ങളായി വന്നിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2018 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യന് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന്. ഇവിടെ 2 ടേബിൾ തന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു കമ്പനിയിൽ 4600 ആളുകളാണ് ജോലി ചെയ്യുന്നത്. ആ 4600 ആളുകൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. കമ്പനിക്ക് IT ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പർച്ചേസിങ്, HR, അക്കൗണ്ട്, പ്രൊഡക്ഷൻ. അതിൽ ഓരോ വിഭാഗത്തിലും എത്ര ആളുകളാണ്, എത്ര ശതമാനം ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ 100 ആയിരിക്കും. കാരണം 100ൽ 26% IT-യിലാണ്, 15% പ്രൊഡക്ഷനിലാണ്. അതാണ് ഈ ഒരു ഫസ്റ്റ് ടേബിളിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഈ സെക്കൻഡ് ടേബിളിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ജെൻഡർ റേഷ്യോ ഓഫ് എംപ്ലോയീസ്, മെയിൽ ഫീമെയിൽ റേഷ്യോ. ഇപ്പോൾ IT-യിൽ 26% ആളുകളുണ്ട്. അപ്പോൾ 26% ഓഫ് 4600 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കിട്ടും. ആ ഒരു നമ്പറിൽ ഒരാൾ മെന്നാണെങ്കിൽ 3 ആൾ വിമനാണ്. അതായത് വിമനാണ് കൂടുതൽ. അതിൻ്റെ റേഷ്യോ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേഴ്സൻറ്റേജ് ഉണ്ട്, റേഷ്യോ ഉണ്ട്. ഈ 2 കൺസെപ്റ്റുകൾ ആധാരമാക്കിയിട്ടായിരിക്കും മിക്കവാറും 31st മുതൽ 35th വരെയുള്ള 5 ക്വസ്റ്റ്യൻസ് ഇതുമായി ആധാരമായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് വിമൻ ഇൻ ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര വിമൻ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ടേബിളിൽ നിന്ന് മാത്രം നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും? ഇല്ല. കാരണം ഫസ്റ്റ് ടേബിളിൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വിമനും മെന്നും കൂടിയിട്ടുള്ള ഒരു നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും സെക്കൻഡ് ടേബിളിൽ നിന്ന് അതിനുള്ള ഉത്തരം കിട്ടും. സെക്കൻഡ് ടേബിളിൽ വെറും റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്. 3:1 എന്നുള്ള റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്. എത്ര ആളുകളാണ് ഇതിൽ ജോലി ചെയ്യുന്നത് എന്ന് അറിഞ്ഞാലേ 3:1 എന്നുള്ള റേഷ്യോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൽ എത്ര വിമൻ ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ചോദ്യത്തെ മനസ്സിലാക്കാൻ കഴിയണം. ചോദ്യം തന്നാൽ ആദ്യം ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ 8%, അതായത് ടോട്ടൽ എംപ്ലോയീസിൻ്റെ 8% എത്രയെന്ന് കണ്ടെത്തണം. ആ ഒരു നമ്പറിനെ 3:1 എന്നുള്ള റേഷ്യോ ഉപയോഗിച്ച് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണ്ടെത്തണം. അപ്പോൾ ഈ ഒരു അപ്രോച്ച് മനസ്സിലായ ഒരാൾക്ക് പിന്നീട് പേഴ്സൻറ്റേജിൻ്റെയും റേഷ്യോയുടെയും തിയറി ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയണം. ആ ഒരു സ്കില്ലാണ് പ്രത്യേകിച്ചും UGC നമ്മളിൽ പരീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 4600 ആണല്ലോ ടോട്ടൽ ജോലിക്കാരുള്ളത്. അതിൻ്റെ 8% കാണണം. കാരണം അക്കൗണ്ട് സെക്ഷനിൽ ടോട്ടൽ 8% ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാണേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോൾ ഡിവൈഡഡ് ബൈ 100%. അപ്പോൾ ഇവിടെ 46 × 8 എത്രയാണ്? 320, 360, 368. അപ്പോൾ ടോട്ടലി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 368 ആളുകളാണ് ജോലി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ 3:1 റേഷ്യോ കാണണം നമ്മൾ. അതായത് അപ്പോൾ 3:1 ആകുമ്പോൾ വിമൻ എത്രയാണെന്ന് കാണാൻ നമ്മൾ ഇത് രണ്ടും കൂട്ടുക. 3 + 1 4. 4ൽ 1 വുമന്, 4ൽ 3 മെന്നാണ്. അപ്പോൾ ഇതിനെ 368നെ 1/4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഉത്തരം എത്രയാണ്? 36ൽ 9, 8ൽ 2, 92 ആണ് കറക്റ്റ് ആൻസർ. അതായത് അക്കൗണ്ട് സെക്ഷനിൽ 92 വിമൻ ആണുള്ളത്.
അപ്പോൾ ഒരു ടേബിളിൽ നിന്ന് മാത്രമേ നമുക്ക് ആൻസർ കിട്ടില്ല, രണ്ട് ടേബിളും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദി IT ആൻഡ് HR ഡിപ്പാർട്ട്മെന്റ് ടുഗദർ? IT HR, IT-ൽ 26 ആണ്, HR-ൽ 11 ആണ്. 26 + 11 37. അപ്പോൾ നമുക്ക് 4600-ന്റെ ടോട്ടൽ എംപ്ലോയീസ് 4600 ആണ്. അതിൻ്റെ 37% ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ വോൾ ഡിവൈഡഡ് ബൈ 100 മൾട്ടിപ്ലൈഡ് ബൈ പെർസെൻറ്റേജ്. അപ്പോൾ 46 മൾട്ടിപ്ലൈഡ് ബൈ 37, 7 × 6 42, 7 × 4 28, 32, 3 × 6 18, 3 × 4 12, 13. അപ്പോൾ 1702 കറക്റ്റ് ആൻസർ. ഇവിടെ വേറെ കുറേ ആളുകൾ ഇതിനെ അപ്രോച്ച് ചെയ്യൽ എങ്ങനെയെന്ന് എഴുതിച്ചാൽ ആദ്യം 4600-ന്റെ 26% കാണും, പിന്നെ 4600-ന്റെ 11% കാണും, എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്യും. ഉത്തരം ഇത് തന്നെ ആയിരിക്കും 1702, പക്ഷെ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ 26-നെയും 11-നെയും ആഡ് ചെയ്തിട്ട് നേരെ 37 എന്നുള്ള ഒരു പെർസെൻറ്റേജ് കണ്ടിട്ട് 4600-ന്റെ 37% കണ്ടാൽ വളരെ ഈസി ആയിട്ട് 1 സ്റ്റെപ്പിൽ തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും. അവിടെ 3 സ്റ്റെപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ 3 സ്റ്റെപ്പ് 1 സ്റ്റെപ്പിലേക്കാക്കി മാറ്റാൻ പറ്റും. അത്രയും ടൈമാണ് നമുക്ക് ലാഭിക്കാൻ പറ്റുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. What is the ratio of total number of men to total number of women working in all the departments put together? അപ്പോൾ മെയിൽ ഫീമെയിൽ റേഷ്യോ ആണ്, അതായത് കമ്പനിയുടെ മൊത്തത്തിലുള്ള മെയിൽ ഫീമെയിൽ റേഷ്യോ. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മെയിൽ ഫീമെയിൽ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൻ്റെ കറക്റ്റ് അപ്രോച്ച് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യം IT-യുടെ 26% എത്രയെന്ന് കാണാം, എന്നിട്ട് അത് 1:3 നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു നമ്പർ കിട്ടും, ഇവിടെ ഒരു നമ്പർ കിട്ടും, അങ്ങനെ ഓരോന്നിനും ഓരോ നമ്പർ കിട്ടും. എന്നിട്ട് അത് ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു സമ്മ് കിട്ടും, ഇവിടെ ഒരു സമ്മ് കിട്ടും. എന്നിട്ട് ഈ രണ്ട് സമ്മിൻ്റെ റേഷ്യോ നോക്കുകയാണ് വേണ്ടത്. അതാണ് കറക്റ്റ് അപ്രോച്ച്. പക്ഷേ അത്രത്തോളം ഒന്നും പോകണമെന്നില്ല. പക്ഷെ ചില ആളുകൾ ഈ റേഷ്യോകൾ ആഡ് ചെയ്യും, 1 + 1 + 5 + 1, എന്നിട്ട് ഈ റേഷ്യോയും ആഡ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ഉത്തരം കമ്പയർ ചെയ്യും. അതൊരിക്കലും ശരിയായ അപ്രോച്ച് അല്ല. അത് നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് വീഡിയോ ആണെങ്കിൽ പോസ്റ്റ് ചെയ്ത് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ ഒരു സ്റ്റുപ്പിഡിറ്റി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഈ 26 എത്രയാണെന്നൊന്നും കാണില്ല. പക്ഷേ 26-നെ 1:3 റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 26-ന് ഇതിൽ എത്ര മെന്നുണ്ട്? 26% ആണെങ്കിൽ ഇവിടെ 1:3 ആണല്ലോ. അപ്പോൾ 1 + 3 4 മൾട്ടിപ്ലൈഡ് ബൈ 1. മെന്നിൻ്റെ കണക്കാണ് നമ്മൾ നോക്കുന്നത്. മെന്നിൻ്റെ നോക്കിയാൽ പിന്നെ ആ 26-ൽ നിന്ന് മെന്നിൻ്റെ കണക്ക് കുറച്ചാൽ വിമൻ്റെ കണക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടും. ഇവിടെ 26 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 6.5. അപ്പോൾ ഇവിടെ മെന്ന് 6.5 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിമന് 19.5 ആയിരിക്കും. കാരണം 6.5 19.5 കൂട്ടിയാൽ 26 കിട്ടണം. ഇനി അടുത്ത 22 1:1 ആണ്. അപ്പോൾ 11 22% ആളുകൾ മാർക്കറ്റിങ്ങിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അതിൽ 11% എന്തായിരിക്കും? മെന്നായിരിക്കും. 11% വിമനായിരിക്കും. കാരണം 1:1 റേഷ്യോ ആണല്ലോ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്നുള്ള അനുപാതത്തിലാണ്. അപ്പോൾ 11% പുരുഷനാണെങ്കിൽ 11% ഗേൾസ് ആയിരിക്കും. ഇനി അടുത്തത് 18 5:1 ആണ്, അതായത് 6. അപ്പോൾ 18-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 × 5 15, 3 × 1 3. ഇനി 11-നെ 1:1 ആകുമ്പോൾ 5.5. 8-നെ 3:1 ആകുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 4 2 × 3 6. അവിടെ 2. ഇനി 15-നെ 3:2 ആകുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 5 3 × 3 9 3 × 2 6. അപ്പോൾ ഇനി ഈ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, ഈ നമ്പേഴ്സും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് എത്രയാണ്? 9 + 6 15 15 + 5.5 20.5 20.5 + 15 35.5 + 11 40
46.5, 47, 53. അതുപോലെ ഇത് ആഡ് ചെയ്താൽ നമുക്ക് 47 കിട്ടും. അപ്പോൾ 53:47 ആണ് കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ലിറ്റിൽ കമ്പ്യൂട്ടേഷണലി ടൈം സ്പെൻഡിങ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലോട്ട് വന്നാൽ മതി. കാരണം എല്ലാത്തിനും ഒരേ വെയിറ്റേജ് ആണ്. ഇതിന് 2 മാർക്ക് തന്നെയാണ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യനും 2 മാർക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് മറ്റു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാലും മതി. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 34. The number of women in the purchase department forms what percentage of total number of employees in the organization? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ടോട്ടൽ എംപ്ലോയീസിന്റെ എത്ര ശതമാനം വിമൻ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 18% ആണ് ടോട്ടൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അതിൽ 5:1 ആണ്, അതായത് മെയിൽസ് ഫീമെയിൽസ് റേഷ്യോ. അപ്പോൾ ഫീമെയിൽസ് എത്രയായിരിക്കും? 18 multiplied by 1 divided by 6, അതായത് 18 divided by 6. അപ്പോൾ 3 ആണ്. ടോട്ടൽ എംപ്ലോയീസിൻ്റെ 3% പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫീമെയിൽ ഉള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഫസ്റ്റ് ഓപ്ഷനാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. What is the ratio of number of men in the production department to the number of men in the marketing department? അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര മെന്നാണുള്ളത് എന്ന് നോക്കണം. ഇവിടെ ടോട്ടൽ 15% ആണുള്ളത്. അതിൽ 3:2 ആണ് ഇതിൻ്റെ റേഷ്യോ. അപ്പോൾ മെൻ എത്രയാണ്? 3, വിമന് 2. അപ്പോൾ 15 നമുക്ക് 15 multiplied by 3/5, കാരണം 3 + 2 5 ആണ്. പിന്നെ 3 ആണ് മെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര ആയിരിക്കും? 9 ആയിരിക്കും. കാരണം 15 × 3 45, 45 divided by 5 9. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ടോട്ടലി 9% ആണ് മെയിൽ പെർസെൻറ്റേജ്. ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 22 ആണ്, അത് 1:1 റേഷ്യോയിലാണുള്ളത്. അപ്പോൾ മെയിലും ഫീമെയിലും 11% ആയിരിക്കും. അപ്പോൾ 9:11 ആണ് ഉത്തരം. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ, പക്ഷേ ആവറേജ് റേഷ്യോയുടെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത്രയുമാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മൾ വളരെ വിശദമായിട്ട് 2 വീഡിയോയിൽ അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ആവറേജ് റേഷ്യോയുടെ കൺസെപ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് അത് സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യനൊന്നും പൊതുവെ വരാറില്ല. ഞാൻ ഏറ്റവും ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാൻ കാരണം അതിൻ്റെ മാക്സിമം ലെവൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. കുറേ ആളുകൾക്ക് ഇതിനോടൊരു മിത്തിക്കൽ കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഇത് മാത്സാണ്, വളരെ ടഫായിരിക്കും, അതുകൊണ്ട് എനിക്ക് കഴിയില്ല. പക്ഷെ അതെല്ലാം ഇനി മുതൽ ഒഴിവാക്കിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ്, അതായത് 10 മാർക്സ് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. See you soon on next video. Till then, bye bye.